ബേസിക്കലി ഇപ്പം ചിത്രം ഭയങ്കര പ്രതീക്ഷയിലും വലിയൊരു സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ സാർ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നീണ്ട 16 വർഷത്തെ ബ്ലെസ്സി സാറിൻ്റെ അധ്വാനം, പൃഥ്വിരാജിനെ പോലൊരു വലിയ നടൻ്റെ സമർപ്പണം, എ.ആർ. റഹ്മാനെ പോലെ ഒരാളുടെ കടന്നുവരവ്, റസൂൽ പൂക്കുട്ടിയുടെ കൃത്യമായ ശബ്ദ സംയോജനം, ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ പോലും സ്ക്രീനിൽ നമുക്ക് എങ്ങനെയുള്ള റിസൾട്ട് കിട്ടി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്ത് മറ്റുള്ളതൊക്കെ മറ്റു കാര്യങ്ങളാണ്. പക്ഷേ സ്ക്രീനിൽ വന്നപ്പോൾ അത് ഓരോ മലയാളി പ്രേക്ഷകനെയും, ഇന്ത്യയിലുള്ള ഓരോ പ്രേക്ഷകരെയും എന്ന് മാത്രമല്ല ലോകം മുഴുവനുള്ള പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മനോഹരമായ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അധ്വാനത്തിനെല്ലാം ഫലമുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. ഈ ടെസ്റ്റിൽ നിന്നും ഇപ്പോൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടെ സ്വീകാര്യത കിട്ടുവാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു എന്താണ് പിതാവെന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് നോക്കി? തീർച്ചയായിട്ടും വായനക്കാരെന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമൂഹമാണ്. കേരളത്തിൽ ഇത്രയൊക്കെ വായനക്കാരുണ്ടെങ്കിൽ പോലും അത് വളരെ ചെറിയൊരു സമൂഹമാണ്. പക്ഷേ സ്ക്രീനിലെത്തുന്നതോടുകൂടി അത് വലിയൊരു സമൂഹത്തിന് മുമ്പിലേക്ക് എത്തുകയാണ്. നമ്മളുടെ ഒരു കഥ അങ്ങനെ ലോകത്തിൽ പലയിടങ്ങളിലേക്ക് അറിയുകയാണ്. നമ്മളുടെ സ്വീകാര്യത കൂടുകയാണ്. അത് വളരെ തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. സാർ, ഇപ്പോൾ മാധവിക്കുട്ടി പണ്ട് എൻ്റെ കഥ എഴുതിയപ്പോൾ വരുത്തിയ അഗ്നിശുദ്ധി പോലെ ഒന്ന് വരുത്തേണ്ട അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങളെത്തി. അത് വേദനിപ്പിച്ചോ? അങ്ങനൊന്നുമില്ല. കാരണം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. മുൻപ് ഇത്തരം വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെയൊക്കെ വളരെ കൂളായിട്ട് നോക്കിക്കാണുന്ന ആളാണ്. കാരണം വിവാദങ്ങളിലൊന്നും പെടുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് കുഴപ്പമില്ല. നജീബിന്റെ സങ്കടം കണ്ടപ്പോൾ സങ്കടം തോന്നിയോ? തീർച്ചയായിട്ടും. പക്ഷേ നജീബ് തന്നെ പറഞ്ഞല്ലോ, നജീബ് തന്നെ സ്വന്തം ഇതിൽ വന്ന് എന്താണ് വീഡിയോയിൽ വന്നും പത്രത്തിൽ വന്നും പറഞ്ഞു വെറുതെ അനാവശ്യ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം. അതുകൊണ്ടാണ് ഞാനും അത് ഇടപെട്ടത്. കാരണം നജീബിനെ വെറുതെ വേദനിപ്പിക്കേണ്ട കാര്യം ആർക്കുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആവണമെന്നാണ് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ വായിച്ചു. പൃഥ്വി തന്നെ ആയിരിക്കും നായകൻ? അയ്യോ, അങ്ങനൊന്നും ചോദിക്കല്ലേ. അറിയില്ല, അദ്ദേഹം ചിലപ്പോൾ കാണുമായിരിക്കും. നമ്മളെപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പടത്തിന്റെ ഒരാഘോഷ മൂഡിലാണ്. അത് കഴിയുമ്പോഴല്ലേ നമ്മൾ അടുത്തൊരു പടത്തേക്ക് ഇതൊന്നും ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് വിവാദങ്ങളിൽ ഇപ്പം ഹരീഷ് പേരടിയെ പോലെ പല ആളുകളും മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ടല്ലോ. ബ്ലെസ്സി വിഷ്വലൈസ് ചെയ്തപ്പോൾ കാണിച്ച ഒരു സത്യസന്ധതയും യഥാർത്ഥത്തിൽ അയാളുടെ ജീവിതത്തിലുള്ള ഒരു പ്രതിബദ്ധതയും യഥാർത്ഥത്തിൽ എഴുത്തിൽ ബെന്യാമിൻ കാണിച്ചില്ല എന്ന അർത്ഥത്തിലൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാതെ പറയുന്ന കാര്യമല്ലേ. ഇത് 16 വർഷം മുമ്പ് വന്ന നോവലാണ്. ഈ 16 വർഷമായിട്ടുണ്ടാവാത്ത വിവാദങ്ങൾ, നജീബിനില്ലാത്ത സങ്കടം ആർക്കാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതിനോടൊന്നും നമ്മൾ പ്രതികരിക്കാനില്ല. അബാവിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും ബെന്യാമിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല എന്നൊരു രൂക്ഷ വിമർശനമാണ് ബേസിക്കലി. അത് നജീബ് പറയത്തില്ല. മറ്റുള്ളവർക്ക് എന്ത് വേണേൽ പറയാം. നജീബ് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ നജീബ് അങ്ങനെ അല്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് അതിന് താരതമ്യം വന്ന് വളരെ ചുരുക്കം പ്രസക്തി ഉണ്ടായിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ഗ്രീൻ ബുക്സ് ആടുജീവിതം പ്രസിദ്ധീകരിക്കുമ്പോൾ. പക്ഷെ അത് ഉണ്ടാക്കിയ ഒരു വലിപ്പം, അതായത് വായനക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അധികം പ്രതീക്ഷകളില്ലാതെ വന്ന് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുക. ആടുജീവിതം എന്ന സിനിമ ചുറ്റിപ്പറ്റി പക്ഷേ വലിയ പ്രതീക്ഷകളായിരുന്നു തുടക്കം മുതൽ തന്നെ. അപ്പോൾ അതിന്റെ ഒരു പരിസമാപ്തി എന്നുള്ള രീതിയിൽ ബെസ്റ്റ് ഫോറിൻ ഫിലിം എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റോറി എന്നുള്ള രീതിയിൽ അക്കാഡമി അവാർഡ്സിൽ ഒരു വിദേശ നടനോ നടിയോ എന്ന് ബെന്യാമിന്റെ പേര് വിളിക്കുന്നു എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ള സ്വപ്നമൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നടന്മാർക്കും സംവിധായകനും ഒക്കെ അത്തരം അവാർഡുകൾ കിട്ടുന്നെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ പേര് വിളിക്കണമെന്ന് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. അവരിൽ ആർക്കെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, പൃഥ്വി ചെയ്തിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. കാരണം അത്രമേൽ വലിയൊരു ഡെഡിക്കേഷനാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് വലിയൊരു ഒരു പാഠമാണ്. വരുന്ന തലമുറയ്ക്ക് ഇത്തരത്തിൽ നമുക്ക് ഡെഡിക്കേറ്റഡോടുകൂടി ഒരു പടം ഇറക്കിയാൽ അത് നമ്മുടെ പ്രേക്ഷകർ കാണുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഇത് പകർന്നു നൽകുന്നത്. സംവിധായകർക്ക് ഇതൊരു വലിയ പ്രതീക്ഷയാണ്. ഇത്തരത്തിലുള്ള വലിയ സിനിമകൾ എടുക്കാൻ അവർക്ക് ഊർജം കിട്ടും. അതിലൂടെ എന്താണ് ലോക സിനിമയിലേക്ക് നമ്മൾ എത്തപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വിവാദങ്ങൾ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള വേർഷൻസ് ഉണ്ടല്ലോ, 3 വേർഷൻസ് ഉണ്ടല്ലോ, സാറിൻ്റെത്, നജീബിൻ്റെത്, ബ്ലെസ്സി സാറിൻ്റെത്. ഇത് നിങ്ങളുടെ ഇടയിലുള്ള ഇന്റർപേഴ്സണൽ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ബന്ധത്തിനുള്ള ഒരു വർഷമല്ല. ഇന്നലെ ഞാൻ നജീബിൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഞാനും ബ്ലെസ്സി സാറും കൂടെ ഇങ്ങോട്ട് വന്നത്. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത്.
വരുന്നത്. ഇതൊക്കെ മീഡിയയിൽ ചുമ്മാതെ വളരെ കുറച്ച്, നിങ്ങളല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്, വളരെ കുറച്ച് പേരുണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങളാണ് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ നമ്മളോട് നിൽക്കുന്നു, സ്നേഹിക്കുന്നു. ഞാൻ അവരോടൊപ്പമാണ് നിൽക്കുന്നത്. അല്ലാതെ വളരെ ചെറിയ ഒരാൾക്കാരുണ്ടാക്കുന്ന പ്രശ്നത്തോടൊപ്പം നിന്ന് നമ്മുടെ മനസ്സിനെ കലുഷമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. ഞാൻ വളരെ സന്തോഷമായി, ഞങ്ങൾ 3 പേര് വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഈ ലൈംഗിക രംഗങ്ങൾ ബേസിക്കലി ഷൂട്ട് ചെയ്തെന്ന് സാറ് പറയും, അത് സെൻസർ ചെയ്തു എന്ന് സാർ പറയുകയും ചെയ്തു. ബ്ലെസ്സി സാർ അത് ഷൂട്ട് ചെയ്യില്ല എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് യഥാർത്ഥത്തിലുണ്ടായിരുന്നു? അല്ലല്ല, അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ നിന്നുണ്ടായ ഒരു ഞങ്ങൾക്കിടയിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ പ്രശ്നമായിരുന്നു. അത് ബ്ലെസ്സി സാറാണല്ലോ ഞങ്ങളുടെ നായകൻ, അദ്ദേഹം അത് ഷൂട്ട് ചെയ്തിട്ടില്ല. സാറേ, വിവാദം ആരെങ്കിലും കരുതി കൂട്ടി ആക്കിയതാണെന്ന് തോന്നുന്നുണ്ട്? അറിയത്തില്ല, നമുക്കറിയത്തില്ല. കാരണം ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം സ്വാഭാവികമായിട്ട് എന്താണെങ്കിലും അത് അവരെ ഏറ്റെടുക്കട്ടെ എന്നുള്ളൂ, നമ്മളത് ഏറ്റെടുക്കും. ഈ നജീബ് ലൈം ലൈറ്റിലുണ്ട്. എവിടെയാണ് ഷുക്കൂർ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഇതുപോലെ ഒരു ലൈം ലൈറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ മനുഷ്യർ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഷുക്കൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഇവിടുത്തെ പേരാണ്, നജീബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേരാണ്. അപ്പം രണ്ടൊരാളാണെങ്കിൽ തന്നെ നമ്മളെന്താണ് ഷുക്കൂറിനെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ വണ്ടിക്കാളകളൊക്കെ എഴുതിയ സമയത്ത് കമലസുരയ്യ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നുപോയത് എഴുത്ത് അവസാനിപ്പിക്കേണ്ട ഗതിയോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ ഇനി എഴുത്തുകാരെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുമോ? ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്നും ഇന്നലെ ഒന്നും ഇറങ്ങിയല്ലോ ഈ നോവൽ ഇറങ്ങിയിട്ട് 16 വർഷമായി ആൾക്കാർ ചിലരെങ്കിലും ഇത് വിവാദമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എന്നെ പോലെ ഒരാളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിജയം. Thank you.